ചീറിപ്പായുന്ന യുവതികളെ കണ്ടാലും ഇന്ന് മലയാളികൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. സ്കൂട്ടി ഓടിക്കുന്ന പെൺകുട്ടികളിൽ നിന്നും ബൈക്കും ബുള്ളറ്റും ടാങ്കർ ലോറിയും വരെ ഓടിക്കുന്ന മലയാളി മങ്കമാർ കേരളത്തിലും രാജ്യത്തിനു പുറത്തും ഇന്ന് ഒരുപാടുണ്ട്. എന്നാൽ ഈ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു വനിതയുണ്ട്. ചരിത്രം കുറിച്ച ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഉടമ. കേരളത്തിൽ ആദ്യമായി 2 വീലർ ലൈസൻസ് സ്വന്തമാക്കി സ്കൂട്ടർ ഓടിച്ച പുഷ്പലത. 60 വർഷം മുൻപ് കേരളത്തിൽ സ്കൂട്ടർ ഓടിക്കുന്ന ഒരു യുവതി എന്നത് വലിയ അത്ഭുതമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവം. അങ്ങനെ ഇരിക്കെയാണ് പുഷ്പലത എന്ന 18-കാരി 2 വീലർ ലൈസൻസും സ്വന്തമാക്കി കൊച്ചി നഗരത്തിലൂടെ ഒരു ലാംബ്രട്ട സ്കൂട്ടറിൽ ചീറിപ്പാഞ്ഞെത്തിയത്. ആ യാത്രകൾ കേരള ചരിത്രത്തിന്റെ തന്നെ ഗതി മാറ്റുന്ന ഒന്നായിരുന്നു. ഇന്ന് സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേഗത്തിനും എല്ലാം ഊർജം പകരുന്നതായിരുന്നു പുഷ്പലതയുടെ അന്നത്തെ ആ നിശ്ചയദാർഢ്യം. 1940കളുടെ രണ്ടാം പകുതി. ഇന്ത്യ സ്വതന്ത്രയായതിനു പിന്നാലെ മംഗലാപുരത്തെ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു. മാതാപിതാക്കൾ അവൾക്ക് പുഷ്പലത എന്ന് പേരിട്ടു. ദമ്പതികളുടെ 11 മക്കളിൽ ഏറ്റവും വികൃതിക്കാരി പുഷ്പലതയായിരുന്നു. 75 ആണ്ട് മുൻപുള്ള കാലം. യാഥാസ്ഥിതിക കുടുംബം. പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവൾ എന്ന കൽപ്പനയായിരുന്നു എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത്. വളരെ ചെറുപ്പത്തിലെ തന്നെ സ്കൂട്ടറുകളോട് പുഷ്പലതയ്ക്ക് വല്ലാത്തൊരു കമ്പമുണ്ടായിരുന്നു. എന്നാൽ സ്കൂട്ടർ ഓടിക്കണമെന്ന ആഗ്രഹത്തിന് പെണ്ണെന്ന കാരണം ചൊല്ലി കുടുംബവും സമൂഹവും വിലക്ക് കൽപ്പിച്ചു. അങ്ങനെ ബാല്യകൗമാരങ്ങളിൽ പുഷ്പലതയുടെ സ്കൂട്ടർ മോഹം നടക്കാത്ത ആഗ്രഹമായി പൊലിഞ്ഞു. 18-ാം വയസ്സിൽ വിവാഹിതയായി കൊച്ചിയിലേക്ക് എത്തുമ്പോൾ പുഷ്പലത അറിഞ്ഞിരിക്കില്ല കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാനുള്ള യാത്രയാണ് അതെന്ന്. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പ്രൊഫഷണൽ ടേബിൾ ടെന്നീസ് കളിക്കാരനായിരുന്നു പുഷ്പലതയുടെ ഭർത്താവ് ശാന്താറാം പൈ. അദ്ദേഹത്തിന് അന്ന് സ്വന്തമായൊരു ലാംബ്രട്ട സ്കൂട്ടറുണ്ട്. സ്കൂട്ടർ ഓടിക്കണമെന്ന ഭാര്യയുടെ ആഗ്രഹത്തിന് ശാന്താറാം പൈ പച്ചക്കൊടി കാണിച്ചതോടെ ആ ചരിത്ര നിയോഗം പുഷ്പലതയിലേക്ക് എത്തി. അങ്ങനെ ഭർത്താവിന്റെ ശിക്ഷണത്തിൽ പുഷ്പലത സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു. 1970-ൽ ലൈസൻസും എടുത്തു. കേരളത്തിൽ ഇരുചക്ര വാഹന ലൈസൻസ് സ്വന്തമാക്കുന്ന ആദ്യ വനിത എന്ന ചരിത്രം അവിടെ കുറിച്ചു. ലൈസൻസ് ഉണ്ടായിട്ടും സ്കൂട്ടർ ഓടിക്കുന്ന യുവതിയെ അംഗീകരിക്കാൻ സമൂഹം അക്കാലത്ത് തയ്യാറായിരുന്നില്ല. കൊച്ചി നഗരത്തിലെ തെരുവുകളിലൂടെ ലാംബ്രട്ടയിൽ കുതിച്ചുപായുന്ന യുവതിയെ സമൂഹം കണ്ണുരുട്ടി നോക്കി. പോലീസുകാർ പോലും അതിശയിച്ചു നിന്നു. സ്കൂട്ടർ ഓടിക്കുന്ന പെണ്ണിനെ കണ്ട് SRV സ്കൂളിലെ കുട്ടികൾ കൂകി വിളിച്ചു. എന്നാൽ ആ ഉയരുന്ന ശബ്ദങ്ങളും തുറിച്ച കണ്ണുകളും ഒന്നും പുഷ്പലതയുടെ സ്കൂട്ടർ പ്രേമത്തെ അവസാനിപ്പിക്കാൻ കരുത്തുള്ളവയായിരുന്നില്ല. പതിയെ കൊച്ചിയിൽ സ്കൂട്ടർ ലേഡി പരിചിതയായി മാറി. കുട്ടികളെ സ്കൂളിൽ വിടാനും മറ്റും ഭർത്താവിന്റെ സ്കൂട്ടറിലാണ് പുഷ്പലതയുടെ സവാരി. ഒരു സ്കൂട്ടർ തന്നെ ഭർത്താവും ഭാര്യയും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഭർത്താവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അങ്ങനെ ഒരു പുതിയ സ്കൂട്ടർ പുഷ്പലതയ്ക്കായി വാങ്ങാൻ തീരുമാനിച്ചു. 1969 മോഡൽ വെസ്പയാണ് പുഷ്പലത ആദ്യമായി സ്വന്തമാക്കിയത്. പിന്നെ വെസ്പയിലായി കറക്കം. അന്ന് തൊട്ട് ഫാന്റാബുലസ്, കൈനറ്റിക്, ഹോണ്ട, ആക്റ്റീവ, ഡിയോ തുടങ്ങി ഇറങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ സ്കൂട്ടറുകളും പുഷ്പലത ഓടിച്ചിട്ടുണ്ട്. 3 വർഷം കൂടുമ്പോൾ സ്കൂട്ടർ മാറ്റാറാണ് പുഷ്പലതയുടെ പതിവ്. സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ച് ലൈസൻസ് എടുത്തതോടെ ഡ്രൈവിംഗ് മോഹവുമായി ചില യുവതികൾ പുഷ്പലതയുടെ അടുത്ത് എത്തി. അങ്ങനെയാണ് പുഷ്പലത പുതിയ മേഖലയിലേക്ക് എത്തുന്നത്. സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുക മാത്രമല്ല, പഠിപ്പിക്കുക കൂടി ചെയ്തും പുഷ്പലത ചരിത്രം കുറിച്ചു. പുഷ്പലതയുടെ സഹോദരന് മംഗലാപുരത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. അതിന്റെ ബ്രാഞ്ച് കൊച്ചിയിലും തുടങ്ങി. വനിതകൾക്കായി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചതോടെ പുഷ്പലത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായി. 6 വർഷം മുൻപ് വരെ കൊച്ചിയിൽ ക്രൗൺ മോട്ടോഴ്സ് എന്ന പേരിൽ ഡ്രൈവിംഗ് സ്കൂളും നടത്തിയിരുന്നു. കൊച്ചിയിൽ ചീറിപ്പാഞ്ഞു പറക്കുന്ന പലരെയും ഡ്രൈവിംഗ് പഠിപ്പിച്ചതും ഇവരാണ്. കൂടെ സ്കൂട്ടർ അമ്മ എന്ന വിളിപ്പേരും. അന്നെല്ലാം ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ടയർ മാറ്റാനും പഞ്ചർ ഒട്ടിക്കാനുമെല്ലാം പഠിപ്പിക്കുമായിരുന്നുവെന്നും പുഷ്പലത പറയുന്നുണ്ട്. 2 മക്കളാണ് പുഷ്പലതയ്ക്ക്. ഒരു മകനും ഒരു മകളും. മകൻ സതീഷ് ചന്ദ്ര പൈയും മകൾ ഐശ്വര്യ പൈയും അമേരിക്കയിലാണ്. ഇടയ്ക്കിടെ US-ൽ പോകാറുണ്ട്. അടുത്ത കാലം വരെ കാർ ഓടിക്കുമായിരുന്നു. മക്കളുടെ ടെൻഷൻ കാരണം വാഹനം ഓടിക്കുന്നത് നിർത്തി. കൊച്ചി ചിറ്റൂർ റോഡിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ പുഷ്പലത.